ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അടിപൊളി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുക്ക് വെയർ സെറ്റ്സും പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് കേട്ടോ. സെറാമിക് കുക്ക് വെയർസ് എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഈ ഹോം ഡെക്കറും പിന്നെ ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുക്ക് വെയർസ് ഒക്കെ തിരയുന്നവർക്ക് എന്തായാലും അറിയുന്ന ഒരു ബ്രാൻഡായിരിക്കും നെസ്റ്റേഷ്യ. ഇവരെ പ്രൊഡക്ട്സിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാവും. അതിൻ്റെ കൂടെ തന്നെ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാവും. അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ വരുന്നത്. കുക്ക് വെയർസ് മുതൽ ഹോം ഡെക്കേഴ്സ് വരെ ഇതിൽ വരുന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റ് വൺ തുറന്ന് നോക്കിയപ്പോൾ ഇതൊരു സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ. ഗ്രോവോ സ്റ്റാക്കബിൾ എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഇതിൽ 7 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. അതും എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ഇട്ട് വെക്കാനോ, ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഫുഡെല്ലാം ഇങ്ങനെ കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കണ്ടെയ്നേഴ്സാണ്. സാധാരണ നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് സോഗിയായിട്ട് കേട് വന്നു പോകലുണ്ട്. പക്ഷേ ഇതാവുമ്പം ഇതിൽ ഗ്രോവ്സാണ് വരുന്നത്. അതേപോലെ നല്ല ഗ്ലാസ് കണ്ടെയ്നേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ അധികം കേട് വരുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. പിന്നെ ഇത് മൈക്രോവേവിലും പിന്നെ അവനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫുഡ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് നമ്മൾ പുറത്തെടുത്ത് റീഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഈ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ ബേക്ക് ചെയ്യാനാണെങ്കിലും ഇത് പറ്റുന്നതാണ്. ഞാൻ മോസ്റ്റ്ലി ഇത് സ്റ്റോറേജിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഇതേപോലെ പരന്നിട്ടുള്ള നല്ല വലിയ കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ 2 ചെറുതുണ്ട്. പിന്നെ 2 ഒരു മിഡിൽ സൈസിൽ വരുന്നതുണ്ട്. പിന്നെ ഒരെണ്ണം സെയിം സൈസാണ്, പക്ഷേ കുറച്ചും കൂടെ ഇങ്ങനെ ലെങ്ത്ത് കൂടിയിട്ടുള്ളത്. മീൽ പ്രപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് കറികളും പിന്നെ ചപ്പാത്തി, പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കുന്നവർ അതിനൊക്കെ ഈ കണ്ടെയ്നർ നല്ല യൂസ്ഫുള്ളാണ്. ഇതേപോലെ ഇങ്ങനെ അടച്ചിട്ട് നമുക്കിത് ഒന്നൊന്നിന് മേലായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഓരോ കണ്ടെയ്നർ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുമ്പം കുറേ സ്പേസ് പോവുമല്ലോ. ഇതങ്ങനെയല്ല, നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് മതി. എന്നാൽ എല്ലാം ഇതിൽ ഫിറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് കേട്ടോ ഞാനത് മെയിനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായത്. കാരണം ഇപ്പോൾ ഈ ഫ്ലൂട്ടഡ് ഡിസൈൻ ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കല്ലേ. ഇതിൻ്റെ ലിഡും എയർ ടൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ വെക്കാം. അതായത് ഇപ്പം നമ്മൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈസിയാണ്. കൂടുതൽ സ്പേസ് ഒന്നും പോവില്ല. ഇങ്ങനെ ഒന്നിൻ്റെ അകത്തായിട്ട് വരുമ്പോൾ കുറച്ച് സ്പേസേ പോകുന്നുള്ളൂ കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ലിഡ്സാണ് വന്നിട്ടുള്ളത്. ഇത് 4 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. മറ്റേത് 7 ഇത് 4 വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ മെയിൻലി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാന്നുള്ള ആ നിലയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ മീൽ പ്രപ്പ്, ഇതും നമുക്ക് മീൽ പ്രപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുക, വെജിറ്റബിൾസൊക്കെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് സ്നാക്സ് വെക്കാനും പിന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനും ഇത് നല്ലതാണ് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഫങ്ഷണലായിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റും. ഞാനിതാ ഇതേപോലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ആണ് ഇതും വെച്ചിട്ടുണ്ടായത്. പിന്നെ അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റംസ്. ഇതിൻ്റെ പേര് കിൻഡിൽ വെയർ സെറാമിക് കുക്ക് വെയർ. അത് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2300 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 2540 ആണ്. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഭയങ്കര എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പം ഈ പിൻട്രസ്റ്റ് വീഡിയോസിലെല്ലാം കാണൂലേ, ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഗ്ലാസ് കുക്ക് വെയർ ആണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സെർവ് ചെയ്യാനും യൂസ് ചെയ്യാം, അതേപോലെ കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. അടുപ്പത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രമാണ്. ലൈക്ക് ഈ സ്റ്റൗ ടോപ്പിലും പിന്നെ മൈക്രോവേവിലും വെക്കാൻ പറ്റും. അങ്ങനെ സേഫ് ആയിട്ടുള്ള പാത്രമാണ്. ഇൻഡക്ഷനിൽ ഇത് വർക്ക് ചെയ്യൂല കേട്ടോ.
ഇത് നമുക്ക് കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വരട്ടിയതുപോലെ അങ്ങനെ ഉണ്ടാക്കാനോ പൊടി വാട്ടാനോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ പൊടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നോൺ സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഇതിൽ സ്റ്റിക്കാവും എന്നുള്ള ആ ഒരു പേടിയേ വേണ്ട. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ. എനിക്ക് ഒന്നാമത് അതിൻ്റെ ആ ഒരു ഡിസൈനും കളർ കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ടായത്. പിന്നെ എന്താ പറയുക, പൊടി നല്ല അടിപൊളിയായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ലിഡില്ലാതെ ഇത് മൈക്രോവേവിൽ വെച്ചാണ്ട് യൂസ് ചെയ്യാനും പറ്റും. ഇനി അടുത്തത് കാണിക്കുന്നതും ഒരു സെറാമിക് പോട്ട് തന്നെയാണ്. ഇത് മാറ്റ് റെഡ് സെറാമിക് കുക്ക്വുഡ് കുക്കിംഗ് പോട്ടാണ് കേട്ടോ. വേറൊരെണ്ണം കൂടെ ഉണ്ട്. ആദ്യം ഞാൻ ഈ റെഡ് കളറിലുള്ള കാണിച്ചു തരാം. ഭയങ്കര വൈബ്രൻറ്റ് റെഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണലുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര പ്രൈസ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കലില്ലേനു. പിന്നെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളതും അറിയില്ലല്ലോ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 4200 ml ആണ്. അതിന് പ്രൈസ് 3990 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. മറ്റേ പോട്ട് കാണിച്ച പോലെ തന്നെ ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിലും യൂസ് ചെയ്യാം, മൈക്രോവേവിലും യൂസ് ചെയ്യാം ലിഡില്ലാതെ. അപ്പോൾ ഇതിന് ഞാൻ കറിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി കറി നല്ലോണം തളിച്ച് വരുന്നുണ്ട്. പോട്ട് നല്ല ഉഷാറായിട്ട് ചൂടാവും. പിന്നെ കുറച്ചധികം സമയം ഇങ്ങനെ ചൂട് നിൽക്കുകയും ചെയ്യും. നമ്മൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാലുണ്ടാവുമല്ലോ, സ്റ്റൗ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സെയിം രീതി തന്നെയാണ് കേട്ടോ ഇതിനും വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നോൺ പോറസ് ആൻഡ് ചിപ്പ് റെസിസ്റ്റൻറ്റ് സെറാമിക് വെച്ചിട്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കിപ്പം ഈ വരട്ടിയതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. അതായത് സ്ലോ കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാത്രമാണിത്. പിന്നെ ഇത് നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാനും പറ്റും സെയിം പാത്രത്തിൽ തന്നെ. ഇനി അടുത്തതൊരു വലിയ സെറാമിക്കിൻ്റെ പാത്രമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, അതിൻ്റെ വേറൊരു കളറാണ്. പിന്നെ സൈസും കൂടുതലുണ്ട്. സെറാമിക് സൂപ്പ് പോട്ട് വിത്ത് ലിഡ് അതാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 6000 ml ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറികൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, സൂപ്പ് ഉണ്ടാക്കാൻ, ബിരിയാണി ഉണ്ടാക്കാൻ, അങ്ങനെ എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു പാത്രമാണ്. ഞാൻ മെയിനായിട്ട് ഇതിൽ ഇപ്പം എല്ലാവരും കൂടെ കൂടുമ്പം കുറേ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിഡും വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈന്തമ്പടി ലാസ്റ്റ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ നമുക്ക് സ്ലോ കുക്കിങ്ങിനും സ്റ്റൂ ഉണ്ടാക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കും, എപ്പോഴും ഇളക്കി കൊടുക്കണം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വുഡൻ സ്പാച്ചുലാസോ അല്ലെങ്കിൽ സിലിക്കൺ സ്പാച്ചുലാസോ യൂസ് ചെയ്യണം. ആ ഒരു നോൺ സ്റ്റിക്ക് ആ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ തൊന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാത്രത്തിൻ്റെ ആ ഒരു നോൺ സ്റ്റിക്ക് പ്രോപ്പർട്ടി പോകും കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സെറാമിക് ചിപ്പ് റെസിസ്റ്റൻറ്റും പിന്നെ ഫുഡ് ഗ്രേഡ് ഉള്ളതുമാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോണത് ഗ്ലാസ് കോഫി ഗ്ലാസ്സസ് ആണ്. ഇത് 4 പീസായിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. കപ്പാസിറ്റി വരുന്നത് 550 ml ആണ്. പ്രൈസ് 1450 രൂപയാണ് കേട്ടോ. ഇത് ശരിക്കൊരു കോഫി ഗ്ലാസ് ആയിട്ടാണ് ഇവർ പറയണത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫലൂദ, കസ്റ്റാർഡ്, പിന്നെ ഇങ്ങനെ തിക്കായിട്ടുള്ള എന്തെങ്കിലും പുഡിങ്സോ ഷേക്സോ ഡ്രിങ്ക്സോ അതേപോലെ നമ്മൾ അവിൽ മിൽക്ക് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് നമുക്ക് ഈ കോൾഡ് കോഫിയൊക്കെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതുതന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി നോക്കിയതും. ആദ്യം പാലൊഴിക്കുക, നല്ല ഫ്രോത്തി ആയിട്ട് പാലൊഴിക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കോഫി മിക്സ് ഒഴിച്ച് കൊടുക്കുക, ഐസ് ക്യൂബ്സ് ഇടുക, അത്ര പണിയുള്ളൂ. നല്ല അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒന്ന് കുടിച്ചാൽ തന്നെ നമ്മളെ വയറ് അത്രയും നിറയും. പിന്നെ അടുത്തത് ഒരു ട്രൈ പ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോളാണ് വരുന്നത്. 3000 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പ്രൈസ് 2850 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്നുള്ള പേടി വേണ്ട. പിന്നെ നോൺ സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഓയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇൻഡക്ഷനിലും വർക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ കുഞ്ഞിപ്പിടി തിളപ്പിക്കാനാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായത്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഹീറ്റ് നല്ല ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുകൊണ്ട് തന്നെ നമ്മളെ കുക്കിംഗ് ഭയങ്കര ഫാസ്റ്ററായിട്ട് നടക്കുകയും ചെയ്യും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം കടായും ഫ്രൈ പാനും സോസ് പാനും ഒക്കെ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്.
പിന്നെ ഇനി ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് ഒരു നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത്. റോസ് സ്റ്റെംഡ് ഗ്ലാസ് അതാണ് ഇതിൻ്റെ പേര്. 150 ml കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. 6 സെറ്റാണ്. 1431 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് നമുക്കിങ്ങനെ നല്ലൊരു ഡിന്നർ പാർട്ടിക്കൊക്കെ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് കേട്ടോ. അതല്ല ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ജ്യൂസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോക്ടെയിൽസ് ഒക്കെ കൊടുക്കാനോ ഒക്കെ പറ്റും. കണ്ടാൽ നമ്മൾ വിചാരിക്കും അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന്, പക്ഷേ അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. നല്ലൊരു പ്രീമിയം ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേക കളറുമാണ്. അപ്പോൾ ഞാനിതിൽ യെല്ലോ ജ്യൂസ് ഒഴിച്ച സമയത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നില്ലേ, അങ്ങനെ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ സെറാമിക് പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ സെർവ് ചെയ്യാനും യൂസ് ചെയ്യുക. അതായത് ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരിട്ട് ആ പാത്രം തന്നെ ഇവിടെ കൊണ്ടുവച്ചാൽ മതി, വേറെ പാത്രത്തിലേക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതെല്ലാം അത്രയും ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസാണ്. സോ ഞാനിത് ആ ടേബിൾ എല്ലാം കൊണ്ടുവച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റംസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല പ്രൊഡക്റ്റ്സാണ്, ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. എനിക്ക് അത്രയും യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെന്താ പറയുക, ലിങ്ക് എല്ലാം താഴെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്